ACMSലോട്ട് ടോക്കൺ ആഡ് ചെയ്യാൻ വേണ്ടി ആഡ് ടോക്കൺ എന്ന് പറയുന്ന മെനു ചൂസ് ചെയ്യുക. അവിടെ നമുക്ക് ആഡ് ടോക്കൺ മാർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ കസ്റ്റഡി, മൊബൈൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഹൗസ് നെയിം, പ്ലേസ്, പിൻ കോഡ്, സെവറൽ ഓപ്ഷൻസ് ഉണ്ടാവും. അവിടെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ കസ്റ്റമർ നമ്മുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ അത് ലിസ്റ്റ് ചെയ്ത് വരും. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ 940 എന്ന് കൊടുത്തപ്പോൾ തന്നെ 940 വെച്ചിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് വന്നു. ദെൻ നമ്മൾ ഇവിടുന്ന് ഒരു കസ്റ്റമറെ ചൂസ് ചെയ്തു. ആ കസ്റ്റമറിന് നമ്മളൊരു സർവീസ് കാറ്റഗറി, പർട്ടിക്കുലർ കസ്റ്റമറിൻ്റെ സർവീസ് എന്താണോ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ഇൻപുട്സ് കൊടുത്തു. ആഡ് ടോക്കൺ ക്ലിക്ക് ചെയ്തു. താഴെ ന്യൂ ടോക്കൺസിൽ ആ നമ്മൾ ചെയ്ത ആളുടെ ടോക്കൺ വന്നിട്ടുണ്ട്. ഇനി ആ ആൾക്ക് തന്നെ വേറെ മൾട്ടിപ്പിൾ ടോക്കൺസ് വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സർവീസ് കാറ്റഗറിയും സർവീസ് ഐറ്റവും മാറ്റി കൊടുത്ത് വീണ്ടും ടോക്കൺ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അങ്ങനെയല്ല, വേറൊരു കസ്റ്റമറിനാണ് നമുക്ക് ടോക്കൺ ചെയ്യേണ്ടതെങ്കിൽ ക്ലിയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കസ്റ്റഡി എൻ്റർ ചെയ്ത് അവിടുന്ന് സെർച്ച് ചെയ്ത് പർട്ടിക്കുലർ കസ്റ്റമറെ സെലക്ട് ചെയ്ത് ആ കസ്റ്റമറിന് നമ്മുടെ സർവീസ് കാറ്റഗറിയും സർവീസ് ഐറ്റവും ചൂസ് ചെയ്ത് ടോക്കൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ മേരി എന്ന് പറയുന്ന ആൾക്ക് നമുക്ക് ബാങ്കിങ് ചൂസ് ചെയ്ത് ബാങ്കിൽ നിന്ന് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചൂസ് ചെയ്ത് ഒരു സർവീസ് പ്രൊവൈഡ് ആഡ് ടോക്കൺ എടുത്ത് ആ മേരി എന്ന് പറയുന്ന ആൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ആഡ് ടോക്കൺ മെനുവിൻ്റെ വർക്കിംഗ്.